ഹലോ ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് സ്റ്റിച്ചിങ്ങിൻ്റെ 63ാമത്തെ ക്ലാസ്സാണ് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് കേട്ടൺ ചെയ്യാൻ പഠിച്ചാലോ? വളരെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ കേട്ടൺ തയ്ക്കാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു പൂ ഡിസൈനാണ് കേട്ടോ. ഇത് കൂടുതലും ഫിലിപ്പിനോസ് ക്രിസ്മസിനൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നൊരു ഡിസൈനാണ്. ഈ ഒരു ഡിസൈൻ നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. അപ്പം ഞാനിത് ചെയ്യാൻ പോകുന്നത് ബെഡ് കേർട്ടനാണ്. നമുക്കിതിന് മെയിനായിട്ട് വേണ്ടത് കേർട്ടൻ്റെ ബോർഡറാണ്. ഇത് ടോപ്പ് സൈഡിൽ വെക്കുന്ന ബോർഡറാണ്. നമുക്കിതൊരു റോളിനകത്ത് 100 മീറ്റർ 110 മീറ്ററൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഒന്നിച്ച് വാങ്ങുമ്പോൾ പിന്നെ നമ്മുടെ വീട്ടിലേക്കുള്ള കേർട്ടനൊക്കെ നമുക്ക് തന്നെ തയ്ക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ സ്റ്റിച്ചിങ്ങിലോട്ട് പോയാലോ? വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയറും കൂടി ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒന്ന് മെഷർമെൻറ്റ് പറയാം. ഇത് ബങ്ക് ബെഡിൻ്റെ കേർട്ടനാണ് കേട്ടോ. ഡൗൺ പാർട്ടിലുള്ള കേർട്ടനാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ മെഷർമെൻറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെയൊക്കെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം എന്നുള്ളത്. കുറച്ച് ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ചെയ്ത കമൻറ്റ് മൊത്തം ഇതിൻ്റെയൊക്കെ വീഡിയോ വേണമെന്നാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇത് ഞാൻ പറയാം. 60 ഇഞ്ച്, ജസ്റ്റ് വെയിറ്റ്, ബാക്കിയും കൂടി പറയാം കേട്ടോ. അത് 60ഉം 26ഉം. അപ്പോൾ ഇതിൻ്റെ വീതി വരുന്നത് 86 ഇഞ്ചാണ്. ഇതിൻ്റെ നീളം, ഇത് ബെഡ് കേർട്ടൻ ആയതുകൊണ്ട് അതും ഡൗൺ പാർട്ടിലുള്ള മെഷർമെൻ്റ് ആണ് കേട്ടോ. 86 ഇഞ്ച് വീതിയും 46.5 ഇഞ്ച് നീളവുമാണ് കേട്ടോ ഇതിൻ്റെ മെഷർമെൻറ്റ് വരുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ മുമ്പത്തെ വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ പോയി കാണുക കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ സൈഡ് എല്ലാം സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. അവസാനമാണ് ഞാൻ ഇത് വെച്ച് കൊടുക്കുന്നത്. അവസാനമല്ല, ലാസ്റ്റ് വരുന്ന ഭാഗത്തിന് കുറച്ച് മുമ്പായിട്ടാണ് ഇത് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഈ ബോർഡർ, കേർട്ടൻ്റെ ബോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷോപ്പുകളിൽ ഇത് കിട്ടും കേട്ടോ. ആദ്യം ഒരു 1/2 ഇഞ്ചിൽ മടക്കുക. ഓക്കെ, അല്ലെങ്കിൽ ആദ്യം ഒരു ഇഞ്ചിൽ മടക്കുക. എന്നിട്ട് ഒരു 1/2 ഇഞ്ചിൽ ഇങ്ങനെ മടക്കുക. നമ്മൾ ചുരിദാറിൻ്റെ സ്ലിറ്റൊക്കെ ചെയ്യില്ലേ, അതേപോലെ ആദ്യം 1 ഇഞ്ചിൽ മടക്കുക, എന്നിട്ട് 1/2 ഇഞ്ചിൽ മടക്കുക. അല്ലെങ്കിൽ ആദ്യം ഒരു 1/2 ഇഞ്ചിൽ മടക്കിയതിന് ശേഷം അതിൻ്റെ നേരെ ഹാഫ് എടുക്കുക, ഒരു 1/4 ഇഞ്ചിൽ മടക്കുക. അങ്ങനെ നമുക്കിതിൻ്റെ എല്ലാം സൈഡ് അങ്ങ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം, നിങ്ങളുടെ ഷെയറിങ് പോരാ. ഓക്കെ, പിന്നെ നിങ്ങൾ തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. കുറേ ആൾക്കാർ നല്ല ആത്മാർത്ഥത കാണിക്കുന്നവരുണ്ട് കേട്ടോ. എപ്പോഴും നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കമൻറ്റ് എപ്പോഴും മുടങ്ങാതെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ ഡൗൺലോഡ് ചെയ്ത് കാണും, പക്ഷെ അതെനിക്ക് വലിയ ശരിയായിട്ട് തോന്നുന്നില്ല. കാരണം നമ്മൾ ഇത്ര ചെയ്യുന്നതിൻ്റെ ഒരു ഇതുപോലും നിങ്ങൾ നമ്മളോട് കാണിക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഞാൻ നേരെ വീഡിയോയിലോട്ട് പോവാണ് കേട്ടോ. ആദ്യം ഒരു ഇഞ്ചിൽ മടക്കുക, എന്നിട്ട് അതിൻ്റെ നേരെ ഹാഫിൽ അങ്ങ് മടക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റിച്ച് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ നേരെ സ്റ്റിച്ചിങ്ങിലോട്ട് പോവാണ്.
അപ്പോൾ ഇനിയപ്പോൾ നമുക്ക് ബോർഡർ ഫിക്സ് ചെയ്യാം. ഓക്കെ, ബോർഡർ ഫിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഇതിന് 2 വശമുണ്ട് കേട്ടോ. ഇത് നല്ല വശമാണ്, ഇത് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നൊരു വശമാണ്. നല്ല വശം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇവിടെ ചെറിയൊരു ഹോളുണ്ട് കേട്ടോ, ഇതുപോലെ കണ്ടല്ലോ, ഇവിടെ ചെറിയ ഹോളുണ്ട്. അപ്പോൾ ഈ ഒരു വശം നല്ല വശമാണ്. അപ്പോൾ ഇതിലാണ് നമ്മൾ ഹുക്സൊക്കെ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ എന്തായാലും ഹുക്സ് ഇടുന്നില്ല, പക്ഷേ ബോർഡർ വയ്ക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നേരെ ബോർഡർ ഫിക്സ് ചെയ്യാൻ വേണ്ടി പോവാം. ആദ്യമൊക്കെ എനിക്ക് അറിയില്ലായിരുന്നു, അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇത് തിരിച്ച് വെക്കാറുണ്ട്. ഞാനിത് ചെയ്യുന്ന സമയത്തൊക്കെ ചില സമയത്ത് കേട്ടൻ നമ്മൾ ഫിക്സ് ചെയ്യാൻ പോയപ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് ഞാൻ തിരിച്ചിട്ടാണ് വെക്കുന്നത്. അങ്ങനെ പിന്നെ കൊണ്ടുപോയ ആൾക്കാർ വീണ്ടും തിരിച്ചു കൊണ്ടുവന്ന് ഇതൊക്കെ അഴിച്ചു മാറ്റിയിട്ട് പിന്നെ വീണ്ടും കൊണ്ടുപോകും. അങ്ങനെയൊക്കെയുള്ള കുറേ പണികൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക ചെയ്യുമ്പോൾ. ചീത്ത വശം അകത്തോട്ടാക്കിയിട്ട് ബോർഡർ ഇതുപോലെ അങ്ങ് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ആദ്യം സ്റ്റിച്ച് ഇങ്ങനെ ഉറപ്പിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഒരു സൈഡ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ നേരെ താഴെ ഇവിടെ ഇതും കൂടി അങ്ങ് ഫിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. വേറെ ഒന്നും ഇതിലങ്ങനെ ചെയ്യാനില്ല. അങ്ങനെ ഇതാ നമ്മുടെ കേർട്ടൻ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ,
നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ഇതാ നമ്മുടെ കേർട്ടൻ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞത് ഇതാണ് നല്ല വശം. ഇവിടെയൊക്കെ ഇങ്ങനെ ഈ ഒരു ഹോള് കാണാം. ഓക്കെ, ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഈ ഒരു ഹോളില്ല. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഹുക്സ് ഇട്ട് കൊടുക്കുന്നത്. പക്ഷെ ഞാനിത് ഇങ്ങനെ മിഡിൽ ഓപ്പൺ ആക്കിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇതിൽ നമുക്ക് വേണമെങ്കിൽ റോഡ് പേപ്പ് ഇട്ട് കൊടുക്കാം. ഓക്കെ, കണ്ടല്ലോ. അപ്പം നമ്മുടെ കേർട്ടൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴെ ജസ്റ്റ് ഒന്ന് നമ്മൾ സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെ ആദ്യം 1 ഇഞ്ചിൽ ജസ്റ്റ് ഒന്ന് മടക്കുക ഇതുപോലെ. എന്നിട്ട് ഇതിൻ്റെ നേരെ ഹാഫ് അങ്ങ് എടുത്തിട്ട് ഇതുപോലെ അങ്ങ് മടക്കി തയ്ക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് പെട്ടെന്ന് ഫുള്ളായിട്ട് അങ്ങ് തയ്ച്ചിട്ട് വരാം. അത് കാണിക്കുന്നില്ല, അതൊക്കെ തയ്ക്കാൻ നിങ്ങൾക്ക് എന്തായാലും അറിയാമെന്നുള്ളതാണ് അല്ലേ. ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പോയിട്ട് തയ്ച്ചിട്ട് വരാം. അങ്ങനെ ഇതാ നമ്മുടെ കേർട്ടൻ ഫുള്ളായിട്ട് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനൊന്ന് നേരെ എടുത്ത് കാണിക്കാം. നല്ല അടിപൊളി പൂ ഡിസൈനാണ്, കണ്ടല്ലോ. ഇതാണ് നമ്മുടെ ഡിസൈൻ. അപ്പോൾ എൻ്റെ കയ്യിൽ കൂടുതലുള്ളത് ഇതുപോലെയുള്ള ക്യാരക്ടേഴ്സാണ് കേട്ടോ. പിന്നെ ഹലോ കിറ്റി, മിക്കി മൗസ്, സ്പൈഡർമാൻ, സൂപ്പർമാൻ, ഇതൊക്കെ എൻ്റെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ് കേർട്ടൻ ചെയ്യാൻ. ഓക്കെ, നമുക്കിത് ഞൊറിയൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യാം, പല രീതിയിൽ ചെയ്യാം. പിന്നെ റിങ് ഫിക്സ് ചെയ്തിട്ട് ചെയ്യാം. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ നമ്മുടെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ പോയി കാണാം കേട്ടോ. ഇപ്പോൾ അവസാനം ഞാൻ ചെയ്തത് ഇതാണ്, ലാസ്റ്റത്തെ ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ, ഇത് ഡൗൺ പാർട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലോട്ടും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.